നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവസാനിക്കാത്ത ആകാശച്ചതികൾ. ICF ജനകീയ സദസ്സ്. അബുദാബിയിൽ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ ഭർത്താവ് ചികിത്സയിലാണെങ്കിലും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. UAEയിൽ 9 പുതിയ ജൈവവൈവിധ്യ മേഖലകൾ കണ്ടെത്തി. ഡെലിവറി ഡ്രൈവർമാർക്കായി 6000 വിശ്രമ കേന്ദ്രങ്ങൾ. UAEയിൽ വസ്തുവകകൾ വാങ്ങുന്നവരിലേറെയും മലയാളികൾ. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് സ്മാർട്ട് സംവിധാനം. അവസാനിക്കാത്ത ആകാശച്ചതികൾ. ICF ജനകീയ സദസ്സ്. മനാമയിൽ എയർ ഇന്ത്യ അധികൃതരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം നിരന്തരമായി സർവീസ് റദ്ദാക്കുന്നതിലൂടെയും സമയക്രമം തെറ്റിക്കുന്നതിലൂടെയും പ്രവാസികൾ തുടർച്ചയായി ദുരിതങ്ങളും വൻ പ്രതിസന്ധികളും അനുഭവിക്കുമ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് കൂട്ടായ ശബ്ദമുയർത്തി ബദൽ സംവിധാനങ്ങൾ ആരായുന്നതിനുമായി ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ജനകീയ സദസ്സ് ശനിയാഴ്ച രാത്രി 9-ന് മനാമ സുന്നി സെന്ററിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. അബുദാബിയിൽ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ ഭർത്താവ് ചികിത്സയിലാണെങ്കിലും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അബുദാബിയിൽ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ ഭർത്താവ് ചികിത്സയിലാണെങ്കിലും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കണ്ണൂർ ചിറക്കൽ മാടത്തുകണ്ടി പാറപ്പുറത്ത് സ്വദേശിനി 31 വയസ്സായ മനോജ്ഞ ആണ് മരിച്ചത്. കൈ ഞരമ്പ് മുറിഞ്ഞ് രക്തം വാർന്ന മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. UAEയിൽ 9 പുതിയ ജൈവവൈവിധ്യ മേഖലകൾ കണ്ടെത്തി. അബുദാബിയിൽ ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജീവജാലങ്ങളുടെ 9 ജൈവവൈവിധ്യ മേഖലകൾ UAEയിൽ കണ്ടെത്തി. ആഗോളതലത്തിൽ ഏറെ പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ മേഖലകളാണ് UAEയിൽ കണ്ടെത്തിയതെന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം അധികൃതർ അറിയിച്ചു. അബുദാബിയിൽ ഓറിക്സ് മാൻ സംരക്ഷണ മേഖല, മറാവ മറൈൻ, അൽ യാസത്ത് മറൈൻ, ദുബായിൽ അൽ മർമൂം ഡെസേർട്ട് കൺസർവേഷൻ റിസർവ്, ഷാർജയിൽ വാദി അൽ ഹിലു, ഗോർഫക്കാൻ ഷാർക്ക് ദ്വീപ്, റാസൽ ഖൈമയിലെ വാൽ അൽ ബി, ഉമ്മുൽ ഖുവൈൻ സിനായ് ദ്വീപ്, ഖോർ അൽബിദ എന്നിവയാണ് കണ്ടെത്തിയ പുതിയ മേഖലകൾ. ജൈവവൈവിധ്യം നശിച്ചു പോകാതിരിക്കാനും സ്ഥിരത നിലനിർത്താനും ശ്രമിക്കുമെന്ന് മന്ത്രാലയം വക്താവ് പറഞ്ഞു. കണ്ടെത്തിയ പുതിയ ജൈവവൈവിധ്യ മേഖലകളിൽ പലതരം സസ്യങ്ങളും മൃഗങ്ങളും സുരക്ഷിതമായ അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്. വായു, ജലശുദ്ധീകരണം, മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ തുടങ്ങി ഇതിലൂടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അറേബ്യൻ ഗസേൽ, അറേബ്യൻ സാൻഡ് ഗസേൽ, അറേബ്യൻ ഓറിക്സ് എന്നിവയ്ക്കായി 2 മേഖലകളാണ് കണ്ടെത്തിയത്. 1970കളിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ അറേബ്യൻ ഓറിക്സ് ഉള്ളത് UAEയിലാണ്. ദുബായിലെ അൽ മർമൂം ഡെസേർട്ട് കൺസർവേഷൻ റിസർവിലും അബുദാബിയിലെ അറേബ്യൻ ഓറിക്സ് സംരക്ഷിത മേഖലയിലുമാണ് ഇവ കാണപ്പെടുന്നത്. അബുദാബിയിലെ മറാവ മറൈൻ, അൽ യാസത്ത് മറൈൻ മേഖലകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കടൽ പശുവുള്ളത്. അബുദാബി ഉമ്മുൽ സുമുലിലെ അറേബ്യൻ ഓറിക്സ് സംരക്ഷണ മേഖലയിൽ ഏകദേശം 835 അറേബ്യൻ ഓറിക്സ് സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓറിക്സ് സങ്കേതമുള്ളത് ഇവിടെയാണ്. അറേബ്യൻ മൗണ്ടൻ ഗസേൽ, അറേബ്യൻ സാൻഡ് ഗസേൽ എന്നീ 2 പ്രധാന ഇനങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ദുബായ് ഡെസേർട്ട് കൺസർവേഷൻ റിസർവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. UAEയിലും ഒമാനിലും മാത്രമായി കാണപ്പെടുന്ന പ്രത്യേക പല്ലിവർഗത്തിൽപ്പെട്ട മാർഗരിറ്റ ലീഫ് ഡോഗ് ഗെക്കോയുടെ സാന്നിധ്യം കാരണം ഷാർജ വാദി അൽ ഹിലൂലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഖോഫർഖാൻ ഷാർക്ക് ദ്വീപിലുമെല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ട്. റാസൽ ഖൈമയിലെ വാദി അൽ ബിഹിൽ 360ഓളം പല്ലിവർഗത്തിൽപ്പെട്ട റൂസ് അൽ ജിബലിലെ കണ്ടെത്തിയിട്ടുണ്ട്. ഉമ്മുൽ ഖുവൈൻ സിനായ് ദ്വീപ്, ഖോർ അൽബിദയുമെല്ലാം സൊക്കോട്ര കോർമാൻഡിന്റെ സാന്നിധ്യം മൂലമാണ് സംരക്ഷിത മേഖലയായത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഡെലിവറി ഡ്രൈവർമാർക്കായി 6000 വിശ്രമ കേന്ദ്രങ്ങൾ. അബുദാബിയിൽ UAEയിലുടനീളമുള്ള ഡെലിവറി ഡ്രൈവർമാർക്കായി 6000 വിശ്രമ കേന്ദ്രങ്ങൾ ലഭ്യമാക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. സർക്കാർ സ്വകാര്യ മേഖലകളുമായി സഹകരിച്ചാണ് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുക. ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെ പ്രഖ്യാപിച്ച ഉച്ചവിശ്രമ വേളകളിൽ ഡ്രൈവർമാർക്ക് തണലൊരുക്കുകയാണ് ലക്ഷ്യം. വിശ്രമ കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേക മാപ്പും നൽകും.
തൊഴിലിന്റെ സ്വഭാവമനുസരിച്ച് ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ മതിയായ സമയം ലഭിക്കാത്തതിനാലാണ് ഇത്തരമൊരു സംരംഭം ആരംഭിച്ചത്. ഡ്രൈവർമാരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഒരുക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, അബുദാബിയിലെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ, UAE സാമ്പത്തിക വികസന വകുപ്പുകൾ, ഡെലിവറി സേവന കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് സംരംഭം ആരംഭിച്ചത്. രാജ്യത്തെ റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, റീറ്റെയിൽ സ്റ്റോറുകൾ തുടങ്ങിയവയും ഡെലിവറി ഡ്രൈവർമാർക്ക് വിശ്രമ സ്ഥലങ്ങൾ നൽകും. കഴിഞ്ഞ വർഷം ഉച്ചവിശ്രമ വേളയിൽ ഡ്രൈവർമാർക്കായി 365 വിശ്രമ കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയാണ് രാജ്യത്ത് ഉച്ചവിശ്രമം അനുവദിച്ചിട്ടുള്ളത്. കൊടും ചൂടിൽ ജോലി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് തുടർച്ചയായ 20ാം വർഷവും നിർബന്ധിത നിയമം പ്രഖ്യാപിച്ചത്. ഉച്ചസമയങ്ങളിൽ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ മതിയായ സൗകര്യമൊരുക്കാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. വെള്ളം, വൈദ്യുതി, ഗതാഗതം തുടങ്ങിയ അടിയന്തര വിഭാഗത്തിലുള്ള ജോലികൾക്ക് നിയമത്തിൽ ഇളവുണ്ട്. എന്നാൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികളെ വെയിലിൽ നിന്ന് സംരക്ഷിക്കാനായി കുടകൾ, കുടിവെള്ളം, ഭക്ഷണം എന്നിവ നൽകണമെന്നും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ കൈവശം വെക്കണമെന്നും തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചവിശ്രമ നിയമലംഘനങ്ങൾ കണ്ടാൽ കോൾ സെന്ററിൽ, സ്മാർട്ട് ആപ്പ്, വെബ്സൈറ്റ് എന്നിവ മുഖേന അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. UAEയിൽ വസ്തുവകകൾ വാങ്ങുന്നവരിലേറെയും മലയാളികൾ. ദുബായിൽ UAEയിൽ വസ്തുവകകൾ വാങ്ങുന്നവരിലേറെയും മലയാളികളെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒട്ടേറെ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് UAEയിലെത്തിയതായി 10 എക്സ് പ്രോപ്പർട്ടീസ് CEO സുകേഷ് ഗോവിന്ദൻ പറഞ്ഞു. 10 എക്സ് പ്രോപ്പർട്ടീസ് പ്രൊമോഷന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ പ്രീമിയം ഇലക്ട്രിക് കാറായ ടെസ്ല മോഡൽ 3, iPhone 15 Pro Max എന്നിവ നൽകുന്നത് അറിയിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ വസ്തു വാങ്ങുന്നവരിൽ നിന്നാണ് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുബായിൽ ഒരു ദിവസം 100 കോടി ദിർഹത്തിലേറെ വസ്തുവക ഇടപാട് നടക്കുന്നുണ്ട്. വില്ലകൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ. ഫ്ളാറ്റുകൾ തേടിയെത്തുന്നവരുമുണ്ട്. ഡൗൺ പേയ്മെന്റ് വളരെ കുറവാണ് എന്നതാണ് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നത്. അപ്പാർട്ട്മെന്റുകൾ സൗജന്യമായി ഫർണിഷിംഗ് ചെയ്തും കൊടുക്കാറുണ്ട്. അടുത്ത മാസം 29 മുതൽ ഓഗസ്റ്റ് 1 വരെ ലണ്ടനിൽ പ്രോപ്പർട്ടി ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. ഉപഭോക്താവിന്റെ അഭിരുചിക്കും ബജറ്റിനും അനുസൃതമായി വില്ലകൾ, ടൗൺ ഹൌസുകൾ, അപ്പാർട്ട്മെന്റുകൾ, വസ്തുവകകൾ എന്നിവ മികച്ച ഡെവലപ്പർമാരിൽ നിന്ന് സൗജന്യ സേവനത്തിലൂടെ വാങ്ങി നൽകുകയും വാങ്ങുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ വിറ്റുവരവ്, മികച്ച വാടക സാധ്യത എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഡയറക്ടർ VS ബിജുകുമാർ, സെയിൽസ് മാനേജർമാരായ ഷമീർ സുബൈർ, സന്തോഷ് തൃശൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദുബായ് ബിസിനസ് ബേയിലെ സിംഗിൾ ബിസിനസ് ടവറിലാണ് 10 എക്സ്പോ പ്രോപ്പർട്ടീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് സ്മാർട്ട് സംവിധാനം. ജിദ്ദയിൽ ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി നിർമ്മിത ബുദ്ധിയുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ ഒരുങ്ങുന്നു. ഹജ്ജ് വേളയിൽ മലമുകളിൽ നിന്ന് പാറകൾ ഉരുണ്ടു വീഴുന്നതും കനത്ത മഴയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിക്കാനും അസ്ഥിര കാലാവസ്ഥയിൽ റോഡുകൾ അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മുന്നറിയിപ്പുകളുമെല്ലാം സ്മാർട്ട് സംവിധാനത്തിലൂടെ മുൻകൂട്ടി അറിയാനാകും. നേരിട്ട അപകട സിഗ്നലുകൾ അയക്കുന്ന രീതിയാണിത്. സൗദിയിൽ ഇതാദ്യമായാണ് ഇത്തരം സംവിധാനം ഒരുക്കുന്നത്. സ്മാർട്ട് സംവിധാനത്തിന്റെ പരീക്ഷണം ഇതിനകം ജനറൽ അതോറിറ്റി ഫോർ റോഡ്സ് ആരംഭിച്ചു. ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രിയും ജനറൽ റോഡ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ എഞ്ചിനീയർ സ്വാലിക് ബിൻ നാസർ അൽ ജാസറിന്റെ നേതൃത്വത്തിൽ തായിഫ് ഗവർണറേറ്റിലെ അക്ബത്ത് അൽഹദയിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. വിവിധ റോഡുകളിലായി നിർമ്മിത ബുദ്ധിയുള്ള 6 ക്യാമറകൾ സ്ഥാപിച്ചായിരുന്നു പരീക്ഷണം. ആഗോളതലത്തിൽ സൗദിയിലെ റോഡ് ഗുണനിലവാരം 6ാം സ്ഥാനത്തേക്ക് ഉയർത്തുകയും 2030ഓടെ റോഡ് അപകട മരണനിരക്ക് കുറയ്ക്കുകയുമാണ് ലക്ഷ്യം. ഇതിനു പുറമെ തീർത്ഥാടകർക്ക് സൗജന്യ ഇന്റർനെറ്റ് സേവനവും ലഭ്യമാക്കും. ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സ്മാർട്ട് സംവിധാനങ്ങൾ നേരിട്ട് ഉപയോഗിക്കാനും ഇതിലൂടെ ആകും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. UAEയിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.